ധനുമാസരാവിന്റെ കുളിരിലലിഞ്ഞ് വീണ്ടും ഒരു തിരുവാതിര കൂടി. ദീർഘമാംഗല്യത്തിനും ഇഷ്ടപുരുഷനെ വരിക്കാനും സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു. തിരുവാതിര നാളിൽ പുലർച്ചെ കുളിച്ച് ഇണമുണ്ടുടുത്ത് വാലിട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി തിരുവാതിര കളിക്കുന്നു. വിവാഹശേഷമുള്ള ആദ്യ തിരുവാതിര പൂത്തിരുവാതിര എന്നും അറിയപ്പെടുന്നു. ഒരു നാടിന്റെ സംസ്കാരവും ഐതിഹ്യപരവുമായ ജീവിതത്തിന്റെ നിറക്കൂട്ടാണ് തിരുവാതിര. ശിവക്ഷേത്രങ്ങളിൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചടങ്ങുകളും നടക്കുന്നു. ധനുമാസത്തിലെ അശ്വതി മുതൽ പുണർദം വരെ 7 നാളുകൾ നീളുന്ന വ്രതാനുഷ്ഠാനമാണ് തിരുവാതിരയുടേത്. നിരവധി ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് തിരുവാതിര. തിരുവാതിരയിലെ മുഖ്യ കർമ്മം സ്നാനമാണ്. തിരുവാതിര നാളിൽ പുലർച്ചെ കുളിച്ച് അഷ്ടമംഗല്യത്തോടുകൂടി വീട്ടമ്മമാർ സ്നാനം ചെയ്യുന്ന പ്രധാന ചടങ്ങുകൾ പണ്ടുകാലങ്ങളിലുണ്ടായിരുന്നു. മകയിരം നാളിൽ സന്ധ്യാസ്നാനത്തിനു ശേഷം മുറ്റത്ത് അടുപ്പ് കൂട്ടി തയ്യാറാക്കുന്ന എട്ടങ്ങാടി തിരുവാതിരയുടെ പ്രധാന വിഭവം കൂടിയാണ്. 7 ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത്. 7 ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് മുതൽ അരിയാഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. ഒരു നേരം 3 ദിവസം അരിയാഹാരം കഴിക്കും. ബാക്കി ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ ഗോതമ്പും ചോളവും റബയും ഒക്കെയാണ് കഴിക്കുന്നത്. പിന്നെ പഴങ്ങൾ, കരിക്കും വെള്ളം ഇതെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3-ാമത്തെ ദിവസം കാർത്തികയുടെ അന്ന് ഞങ്ങൾ മൈലാഞ്ചി ഇടും. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അത് ഭർത്താക്കന്മാരുള്ളവരെ ഭർത്താക്കന്മാരുടെ കൈ തൊട്ടാ ഇടുന്നത്. പിന്നെ കൊച്ചു പിള്ളേരാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളെ കൊണ്ട് ഇടിക്കുന്നത്. എട്ടങ്ങാടിയുടെ നേര്യം മകയിരത്തിൻ്റെ അന്ന് എട്ടങ്ങാടി സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ട് ഞങ്ങൾ ചുടേണ്ടത് ചുടും. ചേമ്പ്, ചേന, കാവത്ത്, കായ, കൂർക്ക, വെള്ളപ്പയർ, നനകിഴങ്ങ്, എള്ള് എന്നിവ ശർക്കരപ്പാവിൽ വേവിച്ച് നാളികേരം ചേർത്താണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത്. തിരുവാതിര നാൾ പുലർച്ചെ കുളിച്ച് ഇണമുണ്ടുടുത്ത് കണ്ണെഴുതി ദശപുഷ്പം ചൂടി തിരുവാതിരക്കളി നടത്തി മംഗല്യ സ്ത്രീകൾ പാർവതീ പരമേശ്വരന്മാരെ പൂജിക്കുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച ശേഷം തിരുവാതിരകളി ആരംഭിക്കും. പാതിരാത്രി വരെ പാട്ടും കളിയും തുടരും. ശ്രീപാർവതിയുടെ പ്രതീകമായ വാൽക്കണ്ണാടി മധ്യത്തിൽ വെച്ച് അഷ്ടമംഗല്യത്തോടെ കൈകൊട്ടി കളിക്കുന്നതും പാതിരാപ്പൂ ചൂടലും തിരുവാതിരയുടെ പ്രത്യേകതകളാണ്. വിവാഹശേഷമുള്ള ഒരു സ്ത്രീയുടെ ആദ്യ ധനുമാസത്തിലെ തിരുവാതിരയെ പൂത്തിരുവാതിര എന്നും വിശേഷിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങായി ഇന്നും മലബാറിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. രാത്രി മുഴുവനും വെളുക്കുന്നവരെയും തിരുവാതിര കളിയായിരിക്കും. അതിനെ കുഞ്ഞു കുട്ടികളും മുതിർന്നവരും അടക്കം വലിയ ഒരു നിര തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. വളരെ ഒരു അനുഭവമാണ് ഇവിടെ സംബന്ധിച്ച് നമുക്കിവിടെ ഉണ്ടാകുന്നത്. പൂത്തിരുവാതിര ദിനത്തിൽ കുടുംബവും ബന്ധുക്കളും ഒന്നിച്ചു ചേർന്ന് ദീർഘമാംഗല്യത്തിനായി പ്രാർത്ഥിക്കുന്നു. തിരുവാതിരയുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രങ്ങളിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ തിരുവാതിര കളിയും തിരുവാതിര കഞ്ഞിയും എട്ടങ്ങാടി നിവേദ്യവും നടന്നു. ധനുമാസത്തിലെ തിരുവാതിരയെ വരവേറ്റ നിരവധി സ്ത്രീകളാണ് വ്രതാനുഷ്ഠാന ചടങ്ങുകളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചവറ.